ഇപ്പോൾ ഈ സ്പേസ് ട്രാവൽ ഇപ്പം ഇലോൺ മസ്ക് പോലെയുള്ളവരും ഇപ്പോൾ സാറ് തന്നെ ഒരു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വളരെ അടുത്ത് ഞാൻ കേട്ടിരുന്നു $2 ലക്ഷം ഓൾറെഡി അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ പറയും ഇതിനൊക്കെ എന്തിനാണ്, വെറുതെ പൈസ ചിലവാക്കാനാണ്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടൊന്നുള്ള ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിൻ്റെ ഈ സ്പേസിനെ കുറിച്ചുള്ള പഠനവും ആ സ്പേസിനെ കുറിച്ചുള്ള ടൂറിസവും ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അത് മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ സമയം കളയണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഈ ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. അങ്ങനൊന്നും പറയല്ലടാ, എന്തെങ്കിലും എന്ത് പറയും? വീട്ടുകാർക്ക് വേറെ പണിയില്ലേ? ഇങ്ങനെ പറയണോ? അറിയാത്ത പണിക്ക് പോലെടാ മോനെ എന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, അത് വീണയുടെ ആയിരിക്കും പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചാബി ഹൗസ് എന്ന മൂവി അതിൽ റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ റാഫിക്കയാണ്. അതിൽ രമണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അച്ഛൻ ചെയ്തത്. അപ്പൊ ആ സിനിമ കാണുമ്പോൾ ആ ഒരു അച്ഛൻ ചെയ്തൊരു മൂവി ഈ ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് അത് എഴുതിയത്. അപ്പൊ അതിന്റെ ഒരു കൗതുകം നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു പണ്ടത്തെ സിനിമകളുടെ ഒരു ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ ഇന്ന് ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ അല്ല, കളിയാക്കിയതല്ല, ഞങ്ങൾ കാര്യമായിട്ട് ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. മനുഷ്യന്മാർക്ക് മാറാതെ നേരം വേണല്ലോ. ഷൈൻ ചേട്ടൻ ആൻഡ് ദേവിക. ഷൈൻ ചേട്ടാ, ഈ രണ്ടുപേരുടെ ഇടയിലാണ് മാളവിക, ദേവിക. ഈ രണ്ടുപേർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? എന്താണ്? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. എങ്കിൽ ആരാണ് ബിജു മേനോന്റെ ഹീറോ? 3 ഹീറോസ്. കർണൻ, ഓക്കെ, ഞാൻ ഇയാളെ നസറുദ്ദീൻ ഷാ. ഓക്കെ, ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻസ് ഇങ്ങനെ നമുക്ക് ബാക്ക് ടു ബാക്ക് നടക്കായിരുന്നല്ലോ. അപ്പോൾ ഇത് എത്രാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു നിങ്ങളുടെ? 10ഓ 15ഓ? 10-15 തോന്നുന്നു. ഓക്കെ, അത്രയായല്ലേ. മടുപ്പുണ്ടോ? ഇല്ല, മടുപ്പില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് അങ്ങനെ എന്താ പറയാ, നല്ല കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ നല്ല റാപ്പോട് ഇട്ട് സംസാരിക്കാൻ പറ്റി. അത് നിങ്ങളോടുള്ള ഒരു സ്നേഹം, നിങ്ങളുടെ ചാനലിനോടുള്ള സ്നേഹം, അമരവിള സതീഷിനെ പോലുള്ളവരോടുള്ള സ്നേഹം, ഇതൊന്നുമല്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ.